ഇപ്പോൾ ആനയെ ഇവർ ട്രേസ് ചെയ്ത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവർക്കത് പിടിക്കാൻ ഇന്നലെ അതേപോലെ അടുത്തെത്തി പിടിക്കാനായി എന്തായാലും വെടിവെക്കും എന്നുള്ള അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ഇവിടെ 400 മീറ്റർ ചുറ്റളവിലാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആനയെ എന്തായാലും ഞങ്ങൾക്ക് പിടിച്ചേ പറ്റുള്ളൂ. ഇവിടെയുള്ള ആളുകൾ 4 ദിവസമായി ഉറക്കം പോലും ഇല്ലാതെ ആണ് ഇവിടെ ഇരിക്കുന്നത്. രാവിലെ 5 മണിയായാൽ ഉണർന്ന് മുഴുവൻ ആളുകളോട് നിങ്ങൾ പുറത്തിറങ്ങണ്ട എന്ന് വിളിച്ച് പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്ര ദിവസം നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഇവർക്ക് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. ഇവർക്ക് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് പണിക്ക് പോകണം. അവരെ ജീവനും സ്വത്തിനും അതേപോലെ തന്നെ മൃഗങ്ങളെ ഒറ്റൊന്നിനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർക്ക് എന്തെങ്കിലും പുല്ലിന് പോകാനോ ഒരു കാര്യത്തിനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഈ ആനയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനെ പിടിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ട്. ആളുകളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. ആരും പുറത്തിറങ്ങുന്നില്ല. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് ആനയെ പിടിക്കാനുള്ള സംവിധാനം കാണണം. നമ്മളൊരു 3-4 ദിവസമായി മണ്ണുണ്ടി കോളനിയിൽ എല്ലാവരും കൂടി വളഞ്ഞ് ഇനി പിടിക്കാൻ കഴിഞ്ഞില്ല, മയക്കുപിടി വെക്കാമെന്ന് പറഞ്ഞിട്ട് അതും വെക്കാൻ പറ്റിയിട്ടില്ല. മെമ്പർ പറഞ്ഞ പോലെ 4 മീറ്റർ 100 മീറ്ററോളം ദൂരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയും ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാവരും കൂലിക്കാരാണ്. രാവിലെ 6-6:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ മയക്കു അനൗൺസ് ആയിട്ട് വരും. ആരും പുറത്തിറങ്ങരുത് എന്നെല്ലാം പറയുകയാണ്. അപ്പോൾ നമുക്ക് ആർക്കും ഇറങ്ങാനും പറ്റില്ല, പണിക്ക് പോകാനും പറ്റുന്നില്ല. വന്യമൃഗ ശല്യം കൊണ്ട് നമുക്ക് ഒന്നിനും പുറത്ത് നമ്മൾ പോറ്റുന്ന ആടും മറ്റുള്ള ഇതൊന്നും പോലും പുറത്ത് കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെയും ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനൊരു വലിയ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ആനനെ തളിക്കുകയോ പിടിക്കുകയോ മയക്കുവെടി വെക്കുകയോ ചെയ്താൽ നമ്മളുടെ ജനങ്ങൾക്ക് ഒരു സുരക്ഷിതമായിട്ട് ജീവിക്കാം. ഇവിടെ 68-70 കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട് ഇരുമ്പാലം കോളനിയിൽ.